മാവേലി നാടുവാനിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഇത്തവണ ഓണവിപണി കൈയടക്കാനായി റെഡിമെയ്ഡ് പൂക്കളുമായി എത്തിയിരിക്കുകയാണ് ഒരു വീട്ടമ്മ. ഇരിട്ടി പയ്യഞ്ചേരി സ്വദേശി മിനി രാജീവാണ് റെഡിമെയ്ഡ് പൂക്കളുമായി എത്തിയിരിക്കുന്നത്. കാണാം കൂടുതൽ കാഴ്ചകൾ. ഇങ്ങനെ റെഡിമെയ്ഡ് പൂക്കളെന്നുള്ള ആശയം എങ്ങനെ എവിടെ നിന്നാണ് കിട്ടിയത്? ഞാൻ ഇതുവരെ നെറ്റിപ്പട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഗിഫ്റ്റ് ഐറ്റം അങ്ങനെയല്ലായിരുന്നു. അപ്പം വിദേശത്തുനിന്ന് എന്നോട് നെറ്റിപ്പട്ടം വാങ്ങിച്ച ഒരാൾ ഇത്തവണ ഒരു പൂക്കളം ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞപ്പം അത് കണ്ട് സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റയിലെല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം വീണ്ടും ഓർഡർ വന്നു. അങ്ങനെയാണ് കൂടുതൽ വർക്കിലേക്ക് വന്നത്. ഇപ്പോൾ ഒരുപാട് ഓർഡർ ഉണ്ട്. കേരളത്തിനകത്തും പുറത്തുമുണ്ട്, വിദേശത്തേക്കും ഉണ്ട്. വിദേശത്തേക്കുള്ള ഒരു ഇതയച്ച് ഇപ്പോൾ ഇവിടെ നാട്ടിലുള്ള കണ്ണൂരുന്നുണ്ട്. കടകളിലേക്കും ഉണ്ട്. അവരുടെ ലോഗോ അടക്കം ചെയ്തിട്ട് കൊടുക്കാനുള്ള ഓർഡർ ഉണ്ട്. സാധാ പൂക്കളം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മാവേലി ചെയ്യുന്നുണ്ട്, തെയ്യം, കഥകളി, പിന്നെ ഇവരുടെ ലോഗോ വെച്ചിട്ട് കസ്റ്റമർ പറയുന്ന ഏത് എങ്ങനെ വേണേലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേങ്കിൽ ഒരുപാട് ഓർഡറുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു 4-5-6 ദിവസമായി ഇതിൻ്റെ വർക്കിൽ. പിന്നെ ഇത് ഞങ്ങൾക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. മിനി ഒരുപാട് ഈ മേഖലയിൽ വളർന്നു വന്നു. നെറ്റിപ്പട്ടം, അതുപോലെ നെറ്റിപ്പട്ടം കൂടാതെ പല വിധത്തിലുള്ള ആർട്ട് വർക്കുകളും ഇവിടെ കാണാം. അപ്പോൾ അവരുടെ കൂടെ കൂടുക എന്നുള്ളത് നമുക്ക് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഓണത്തിന് ഇത്തവണ ഈ റെഡിമെയ്ഡ് പൂക്കളം വിപണി കൈയ്യടക്കുക. അതെ, ഓണത്തിന് വേണമെങ്കിൽ ഇതിൽ സാധാരണ ഒറിജിനൽ പൂക്കളും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു തനിമയുണ്ടാവും. പിന്നെ ഇത് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം, പെട്ടെന്ന് തന്നെ സെറ്റാക്കാം. പെട്ടെന്നുള്ളൊരു പരിപാടിക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമുക്കൊരു പൂക്കളത്തിൻ്റെ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ആ ഒരു പൂക്കളത്തിൻ്റെ എഫക്റ്റ് കിട്ടും. വേണമെങ്കിൽ നല്ല ഒറിജിനൽ പൂക്കൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ ഇതേ കളറിൽ തന്നെ വെച്ച് കൊടുക്കുകയും ചെയ്യാം വേണമെങ്കിൽ. അപ്പോൾ നന്നായിട്ടത് ക്ഷമയോടെ ചെയ്യുമ്പം ക്ഷമയോടെ ചെയ്യണം. ഇതൊന്നും മാറിപ്പോവാതെ ഓരോ വർക്കും അതിൻ്റെ ക്രമത്തിൽ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ആ സൂക്ഷ്മത ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു നല്ല പെർഫെക്ഷനായിട്ട് വരും.